Assalamu alaikum. Hello friends, welcome to our channel Jasma Gourmet. കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന്. ന്യൂട്ടെല്ല ബ്രൗണീസ്. ഉള്ളിൽ നല്ല ചൂയി മോയിസ്റ്റ് ആയിട്ടും പുറത്ത് നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു അടിപൊളി നോ ഫെയിൽ റെസിപ്പിയാണിത്. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. വാം മിൽക്ക്, വാനില എസൻസ്, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, സോൾട്ട്, ഫ്ലവർ, എഗ്സ്, പിന്നെ ന്യൂട്ടെല്ല. ആദ്യമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് 500 ഗ്രാം ന്യൂട്ടെല്ലയാണ്. ഞാനിവിടെ 500 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ 3 ഫുൾ മുട്ട, ഒന്നിൻ്റെത് വൈറ്റ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഓരോ മുട്ട വെച്ച് നമുക്ക് ആഡ് ചെയ്തിട്ട് അത് മെല്ലെ വിസ്ക് ചെയ്തെടുക്കാം. ഈ ബാറ്റർ ഒന്ന് നമുക്ക് ലൂസായി കിട്ടണം. ഞാനിപ്പോൾ ഓരോന്നായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം എഗ്സ് എല്ലാം നല്ലോണം ബ്ലെൻഡായി ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടണം. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. അതിനാവശ്യമുള്ളത് 4 ടേബിൾ സ്പൂൺ ഫ്ലവർ അല്ലെങ്കിൽ മൈദ, ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളു ഉപ്പ്. ഇതൊക്കെ ഞാൻ ഓൾറെഡി സീവ് ചെയ്ത് വെച്ചതാണ്. ഇതിൽ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഹാർഡായിട്ട് ബോൾസ് പോലെ എല്ലാം നല്ല സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ്, ഒരു സ്മൂത്ത് ബാറ്ററിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മളെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു സ്പാച്ചുല വെച്ച് നന്നായി സ്ലോ ആയിട്ട് ഇത് മെല്ലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അധികം ഹാർഡാവാൻ പാടില്ല, അപ്പം ബാറ്ററിൻ്റെ ആ ഒരു മോയ്സ്ചർ പോയി പോവും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വാം മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ ഒരു തിക്നെസ്സും കൺസിസ്റ്റൻസിയാണ് നമുക്ക് നമ്മുടെ ബാറ്ററിൻ്റെ ആവശ്യം. ഇനി നമുക്കൊരു ബേക്കിംഗ് ട്രേ എടുത്ത് അതിലേക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കൂടുതൽ ബ്രൗണീസിന് പ്രിഫർ ചെയ്യുന്നത് റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ ബേക്കിംഗ് ട്രേസ് ആണ്. ബട്ടർ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ച് അത് നന്നായി ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലേലും ഞാൻ കുറച്ച് ബട്ടർ വെച്ച് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മളെ ബ്രൗണീസ് ഇതിൽ സ്റ്റിക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇതൊന്ന് ഈവൻ ചെയ്യണം, ഒന്ന് ലെവൽ ചെയ്യണം. എൻ്റെ കുറച്ച് വലിയ ട്രേ ആണ്, അപ്പോൾ എല്ലാ സൈഡിലേക്കും ഞാൻ എത്തിക്കുന്നത് ഇങ്ങനെയാണ്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ലെവൽ ചെയ്തതിന് ശേഷം അതിൽ കുടുങ്ങിയ എയർ ബബിൾസ് എല്ലാം നമുക്ക് പോക്കിക്കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാപ്പ് ചെയ്യണം. ഒന്ന് നമ്മൾ ആ സർഫസിലേക്ക് 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്ത് അതൊന്ന് ലെവൽ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇതിൻ്റെ മേലിൽ ന്യൂട്ടെല്ല കൊണ്ട് ജസ്റ്റ് ഒന്ന് ടൂത്ത് പിക്ക് വെച്ച് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ഇതൊരു ഓപ്ഷണൽ മാത്രമാണ്. ഞാൻ വെറുതെ നിങ്ങൾക്ക് ഇതും കൂടി ചെയ്യാന്നുള്ളതിൽ കാണിച്ചിരുന്നതാണ്. ഇനി നമുക്ക് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റഡ് ഓവനിൽ ഒരു 20 മിനിറ്റ്സോളം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. നമ്മളെ ന്യൂട്ടെല്ല ബ്രൗണീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു അസാധ്യ സ്മെല്ല് തന്നെയാണ്. ഇപ്പം ആ ന്യൂട്ടെല്ലൻ്റെയും ചോക്ലേറ്റിൻ്റെ എല്ലാം ഫ്ലേവറിൻ്റെ ആ സ്മെല്ല് അടിപൊളിയാണ്. ഇത് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ടേ നമുക്കിത് കട്ട് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. ഈ ഒരു ഡാർക്ക് ടെക്സ്ചർ ആൻഡ് കളറാണ് കിട്ടാൻ ആ ചോക്ലേറ്റിൻ്റെയും ന്യൂട്ടെല്ലൻ്റെ എല്ലാം ഒരു 10-15 മിനിറ്റ്സ് അത് ചൂട് ആറിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും. അത് ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്കൊരു കത്തി വെച്ച് നല്ല ഒരു ഷാർപ്പ് നൈഫ് വെച്ചിട്ട് ഇത് നമുക്ക് നല്ല ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. മേലയിലൊരു ഫ്ലേക്കും ഉള്ളിൽ ഭയങ്കര മോയിസ്റ്റ് ആൻഡ് ഗൂയി പോലത്തെ ഒരു ഫ്ലേവറാണ്. നല്ല ടേസ്റ്റ് ഇത്.
കുട്ടികൾക്കെല്ലാം തീർച്ചയായും ഇഷ്ടം, കുട്ടികളെന്നല്ല നമ്മൾ വലിയ ആൾക്കാർക്കും നല്ലപോലെ ഇഷ്ടമാവുന്നൊരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായും നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും, ഗുഡ് ബൈ.